എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രേണുസുതിയുടെ വീടിന്റെ മതിലുമായിട്ട് ബന്ധപ്പെട്ട് മറുനാടനിൽ ഇവർ ഈ വീട് പണിത് കൊടുത്ത സമയത്തെ കുറച്ച് വീഡിയോസ് വന്നിട്ടുണ്ട്. അതായത് അന്ന് ഈ സാധനം വീടും മതിലും കിട്ടിയ സമയത്തെ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡും നിലവിലത്തെ അവരുടെ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു സാധനമാണിത്. നമുക്കപ്പോൾ ആദ്യം മറുനാടനിൽ വന്ന സംഭവം ഒന്ന് കണ്ടു നോക്കാം. ചെസ് നമ്പർ 1 തങ്കച്ചൻ. ഗണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാൽ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ ആയതുകൊണ്ട് പോകാൻ മേലാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്തതാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മൂടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് വ്യത്യാസം. തറ തൊട്ടുള്ളതിൻ്റെ വർക്ക് തൃപ്തിയായിരുന്നു. പിന്നീടാണ് തങ്കഞ്ചേട്ടൻ തറയായി, അത് വൃത്തിയില്ലാതെയായി, മെനയില്ലാതെയായി. ഞാൻ വീട് പണിക്കാരനാണ്, എന്നിട്ട് ഈ വീട് ശരിയായില്ല, അങ്ങനെ ഒരു തറ പരിപാടി തങ്കഞ്ചേട്ടൻ കാണിച്ചത്. ഇനി നമുക്ക് ചേസ് നമ്പർ 2 രേണുലേക്ക് പോകാം. രേഷ്മ തങ്കച്ചൻ. കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലായി. കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത്. ഞങ്ങളുടെ വീടല്ല, സൂചിച്ചേട്ടൻ്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ എന്താ പറയുക, സൂചിച്ചേട്ടൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDCക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും, ഈ കൂട്ടായ്മ ചേർന്ന എല്ലാവർക്കും, നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട് ഹാപ്പി, സന്തോഷം. അവരിപ്പോൾ ഹാപ്പി ആണല്ലോ. നിങ്ങൾ ഹാപ്പി. അവരുടെ ഹാപ്പിനെസ് മൊത്തം നശിപ്പിച്ച് അവരെ കൊണ്ട് വീട് പണിത സമയത്ത് ഹാപ്പി. ഐ എം ഹാപ്പി, യു ആർ ദ ഹാപ്പി. വീട് പണിതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നീ അവിടെ മാറി നിന്ന് കരി, ഞാനിവിടെ ഹാപ്പി അല്ലേ. നന്ദി. ഇത്ര ഇതാണ് ഞാനിപ്പോഴാണ് വന്ന് കാണുന്നത്. ഇത്ര ഇതിലാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, നേരിട്ട് കണ്ടപ്പം ഇത്ര ഇതിലാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു ഉണ്ടാക്കൽ അവർക്കിട്ട് വെച്ചു കൊടുത്തത്. ഞെട്ടിപ്പോയി. എത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല. ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അന്നറിയായിരുന്നു. പിന്നെ വന്നപ്പോഴത്തേനും വാഷ് ബേസിൻ പൊളിഞ്ഞു പോയി, വാഷിംഗ് മെഷീൻ തലയും കുത്തി നിന്ന്, ഫാൻ പമ്പരം കറങ്ങുന്നതിൽ കിടന്ന് കറങ്ങി, എന്തൊക്കെ പരാതികളായിരുന്നു. ഇനി രേണു അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാരണം പലയിടത്തായിട്ട് പറയപ്പെടുന്നു ഈ ഒരു നിങ്ങളുടെ വീട്ടിൽ ചോർച്ചയുണ്ടോ എന്ന് ചോദിച്ച ആളെ കൊണ്ട് പറഞ്ഞ് ചോദിപ്പിച്ചതാണ്. അതിന് രേണുവിൻ്റെ മറുപടി നമുക്കൊന്ന് കാണാം. രേണുസുതി തന്നെ എന്താ പറയാ, മീഡിയക്കാരോട് പറഞ്ഞിട്ട് പറയിപ്പിച്ചതാണ്. ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അത് ഈ മീഡിയക്കാരൻ എങ്ങനെയാണെന്നറിയോ, മീഡിയക്കാരൻ രാത്രി കിടന്ന് ഉറങ്ങിയപ്പോഴത്തേനും തലയിലോട്ട് അവൻ്റെ വീടിൻ്റെ ഒരു ഓട് വന്നങ്ങ് വീണു. അപ്പോൾ പണ്ട് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ് ബോധോദയം ഉണ്ടാവില്ലേ, ഈ മീഡിയക്കാരൻ പെട്ടെന്നൊരു ബോധോദയം കൊണ്ടേ മീഡിയക്കാരൻ അപ്പോഴും മനസ്സിലായി, രേണുവിൻ്റെ വീട്ടിൽ ചോർച്ചയുണ്ട്. അങ്ങനെയാണോ? അതോ പണ്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു, താങ്കളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ, അതേപോലെ വന്ന് ചോദിച്ചായിരിക്കും ഇല്ലേ? ശരി ശരി ശരി. എന്നിട്ട് ബാക്കി എക്സ്പ്ലനേഷൻ കേൾക്കാം, മെഴുകിൽ നമുക്ക് കേൾക്കാം. അതേ മീഡിയക്കാരൻ എന്നോട് ചോദ്യം ചോദിച്ച മീഡിയക്കാരൻ 2 ദിവസം കഴിഞ്ഞ്, അത് ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി വാളും. അതുകൊണ്ട് ആരാന്ന് പറയാൻ പറ്റത്തില്ല. ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ തപ്പിപ്പോത്തില്ലയോ. അതുകൊണ്ട് ആരാന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു പറഞ്ഞാണ്, എന്നാലും ആരാന്ന് പറയാൻ പറ്റത്തില്ല. രേണു സോറി കേട്ടോ, ഞാനാണ് ചോദിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ചേട്ടനാണോ ചോദിച്ചത്, എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പം എന്നോട് രേണു കുട്ടിക്കത് അറിയില്ലായിരുന്നു അല്ലേ? ആ ചേട്ടനാ ചോദിച്ചതെന്ന് അറിയില്ലായിരുന്നു. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. വാട്ട് ഈസ് ഫാന്റാസ്റ്റിക് ആക്ടിംഗ് ഓഫ് ദി ഓസ്കർ വിന്നിംഗ് പെർഫോമൻസ്. ഞാനാണ് ചോദിച്ചത്. കാരണം രേണു പറഞ്ഞിട്ടല്ല. അന്ന് 5-ാം തീയതി സുധിച്ചേട്ടൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോഴത്തേന് 5-ാം തീയതി സുധിച്ചേട്ടൻ്റെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എൻ്റെ ദേഹത്തോട്ട് വെള്ളം വീണു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു അവസ്ഥയുണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് രേണു ഞാനത് ചോദിച്ചത്. 5-ാം തീയതി സുധിച്ചേട്ടൻ്റെ ചരമവാർഷികത്തിന് വന്നപ്പോഴത്തേനും അതിലേ കൂടെ ഒരു വെള്ളം പോയപ്പോഴത്തേനും ആ വെള്ളം ഇതിലേ കൂടി ഇങ്ങനെ ആവിർഭവിച്ചെടുത്തിട്ട് അത് ഈ ചേട്ടൻ്റെ മുഖത്തേക്ക് മറ്റേ നമ്മുടെ മുടിവെട്ടുകട സ്പ്രേ ചെയ്യുന്നില്ല, പുസ്കു 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 എന്ന് അടിച്ചു കൊടുത്തു. ഏതാ നമ്മുടെ വീട്. അപ്പോൾ അത് വെച്ചിട്ടാണ് അടുത്ത ദിവസം ഈ പുള്ളിക്കാരൻ ചോദിച്ചത്. ഇത് രേണുവിൻ്റെ ഈ ഫസ്റ്റ് ടേക്ക് പാളി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ബബ്ബ അടിച്ചിട്ടുണ്ട്. നമ്മുടെ തിലകൻ ചേട്ടൻ പറഞ്ഞില്ല ബബ്ബ, ആ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റീടേക്ക് എടുത്തപ്പോഴത്തേനും ഈ എഡിറ്ററിന് മിനിമം ഫസ്റ്റിലത്തെ സാധനം കട്ട് ചെയ്യണമെന്നുള്ള ബോധം ഇല്ലാതായി പോയി. അതോ ഇത് വൈറലാക്കാൻ വേണ്ടി ചെയ്താണോ നമുക്കറിയത്തില്ല. ബിഗ് ബോസ് സെലക്ഷൻ കിട്ടി വലിയ പുള്ളിക്കാരായിട്ട് നിൽക്കുക. നമുക്ക് ബാക്കി അപ്പോൾ ഈ ടേക്ക് നമ്പർ 2 കാണാം. ടേക്ക് 2. ഞാനത് എൻ്റെ ദേഹത്ത് വീണുകൊണ്ടാണ് ഞാൻ. അപ്പം ആ ചേട്ടൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, എവിടെ തൊട്ടാ പറയേണ്ടത്, താജുദ്ദീൻ എന്ന് പറയുന്ന ആളുടെ വ്ളോഗിൽ ഞാൻ കണ്ടു. ആളുടെ വ്ളോഗ്
ഇപ്പം ടേക്ക് 2-ൽ യാതൊരു നാക്കുപിഴയും ഇല്ലാതെ വളരെ വ്യക്തമായി, വളരെ ശക്തമായി, വളരെ സ്ഫുടമായി നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, പറഞ്ഞ് പഠിച്ച കാര്യമല്ല, ഇന്നലെ രാത്രി കിടന്നിരുന്ന് ഉറക്കം ഉളച്ച് പഠിച്ചിട്ട് വന്നതല്ല, മെഴുകുതിരി വെളിച്ചത്തിരുന്ന് പഠിച്ചതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ വീടിന് ആ പ്രശ്നം ചോർച്ച, അവിടെ ചോർച്ച മാറ്റി തന്നതിന് പ്രത്യേകമായി നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. നന്ദി കെട്ടവരാണെന്ന് പറഞ്ഞ് ഈ നെഗറ്റീവ് പറയുന്നവർക്ക് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ നെഗറ്റീവ് കമന്റ്സ് ഞങ്ങളെ തൊള്ളി പോലും, എന്നെ സംബന്ധിച്ച് തൊള്ളി പോലും എൻ്റെ മനസ്സിനെ ഇടിക്കുന്നില്ല. തൊള്ളി പോലും ഇടിക്കുന്നില്ല. പിന്നെ തൊള്ളി പോലും ഇടിക്കാതെ ഈ നെഗറ്റീവ് കമന്റ് കേട്ടിട്ട് അതിനൊരു ഇന്റർവ്യൂ കൊടുത്ത് ന്യായീകരിച്ച് ആ കണ്ണുനീർ തൊള്ളികളത്തിന് ഒഴുക്കുന്നേ. തൊള്ളിയെ ബാധിക്കുന്നില്ലെങ്കിൽ ഈ തൊള്ളി ഒഴുക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് മൈൻഡ് ചെയ്ത് പോയാൽ പോരെ. ഇവരെക്കുറിച്ച് എന്ത് നെഗറ്റീവ് വന്നാലും ഇവരതറിയും. ഇവരറിയുന്നത് എങ്ങനെയാ? ഇവരുടെ ഫ്രണ്ട്സ് ഇത് മൊത്തം കണ്ടിട്ട് അതിനെ സമ്മറൈസ് ചെയ്ത് അതിന് വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് രേണുവിനെ ക്യാപ്സ്യൂൾ പരുവത്തിൽ തള്ളിക്കൊടുക്കും. അത് കേട്ടിട്ട് രേണു വന്നിരുന്നിട്ട് അതിന് മറുപടി പറയാം. രേണു നിൽക്കണ സമയല്ല, രേണു ഭയങ്കര ബിസിയാണ്, കേരളം അറിയപ്പെടുന്ന നമ്പർ 1 ആക്ട്രസ് ആണ്, അതുകൊണ്ട് രേണുവിൻ്റെ സമയമില്ല. അപ്പം ഈ ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള സാധനങ്ങൾ അറിഞ്ഞിട്ടാണ് ഇതിനെല്ലാം മറുപടി പറയുന്നത്. നല്ല സുഹൃത്തുക്കൾ. അപ്പം രേണുവിൻ്റെ തള്ളിയുടെ ബാക്കിയാണ്. ഇകഴ്ത്തുന്നില്ല, ഞാൻ തളർന്നു പോകുന്നുമില്ല. ഓരോ നെഗറ്റീവ് കമന്റ്സ് ഓരോ പൂമാലകളായിട്ട് ഞാൻ സ്വീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു 2 പൂമാലയും കൂടെ എടുത്ത് അങ്ങോട്ട് തരട്ടെ. പണ്ടൊരു പഴമൊഴി ഉണ്ടായിരുന്നു, കയ്യിൽ പൂമാല എന്ന് പറഞ്ഞിട്ട്. ലാസ്റ്റ് ആ ഗതി ആവരുത് കേട്ടോ. നിങ്ങൾക്ക് വീട് തന്ന എല്ലാവരും ഇപ്പം ആ ഒരു ഗതിയാണെന്നാണ് പറയുന്നത്. രേണുവിൻ്റെ കൈ പൂമാല. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. നിങ്ങൾ ഈ വ്ളോഗർമാർ ഇടയ്ക്ക് കയറി കുത്തി തിരിച്ചാലൊന്നും ഞങ്ങളുടെ ബന്ധം, എൻ്റെ കിച്ചുവിൻ്റെ ബന്ധവും തീരത്തില്ല, എൻ്റെ കൊല്ലംകാരുടെ ബന്ധം ഒട്ട് ഒലച്ചിൽ വരത്തില്ല. നിങ്ങൾ എൻ്റെ പൊന്നളിയ, ബന്ധം ഒലയ്ക്കാനും ബന്ധം അടുക്കാനും അങ്ങോട്ടെങ്ങും പോയേക്കില്ലേ. അവർ മനസമാധാനമായിട്ട് ജീവിച്ചു പോട്ടെ. നിങ്ങൾ ഇനി അങ്ങോട്ട് കയറി ചെന്ന് തങ്കഞ്ചാട്ടനെ പോലെ നെഞ്ചത്തൊരു വരവിട്ട് ഫാൻ വീണയെന്നും പറഞ്ഞുകൊണ്ട് കഥ ഇറക്കാനൊന്നും അവർക്ക് അറിയത്തില്ല. അവർ മര്യാദയ്ക്ക് ജീവിച്ചു പോട്ടെ. നിങ്ങൾ ചെന്ന് ശല്യം ചെയ്തിരുന്നാൽ മതി. കിച്ചുവിൻ്റെ വ്ളോഗിൽ നമുക്കെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. കിച്ചുവും നിങ്ങളും തമ്മിലുള്ള ബന്ധം തൊള്ളി പോലും താങ്ങത്തില്ലെന്ന്. വെറുതെ അവിടെ കിടന്ന് പറയുന്നതാണ്. ഞങ്ങളുടെ ബന്ധം ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. സുധിച്ചേട്ടനായിരുന്നു ഞങ്ങൾക്ക് എന്താ പറയുക ഒരു അടിത്തറ പാകിയത് ഞങ്ങളുടെ ബന്ധങ്ങൾക്ക്. ആ സുധിച്ചേട്ടൻ ഇന്നും ജീവനോടെ ഉള്ള പോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ബന്ധം തകരേണ്ട കാര്യമില്ല. അപ്പം ആ സുധിച്ചേട്ടൻ ഇനി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി തൂങ്ങിച്ചെത്താനെ. അമ്മാതിരി പരിപാടികളാണ് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കൊള്ളാം, ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ പ്രിയങ്കരനായ ബിഷപ്പ് അടിവരയിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ നിങ്ങൾക്ക് വോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പോസിറ്റീവായിട്ട് പോകണം. നെഗറ്റീവ് ഇവിടെ ആൾക്കാർ നന്നാക്കി തള്ളിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വോട്ടായിട്ട് നമ്മൾ തരത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തി മറ്റൊരു